സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഈ ഒരു സീസൺ 6ൻ്റെ അവസാന ജയിൽ നോമിനേഷനാണ് നടന്നിരിക്കുന്നത്. ഈ അവസാന ജയിൽ നോമിനേഷനിൽ ജയിലിലേക്ക് പോകുന്നത് നമ്മുടെ നോറയും അഭിഷേകുമാണ്. അപ്പം അഭിഷേക് എന്ന പേര് കേൾക്കുമ്പം പ്രേക്ഷകരെല്ലാം ഒന്ന് സംശയിച്ചു പോകും. അതായത് കഴിഞ്ഞ ഒരാഴ്ചകളിൽ നടന്ന എല്ലാ ടാസ്കുകളിലും മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച അഭിഷേകിനെ എങ്ങനെയാണ് ഈ പറയുന്ന ജയിലിലേക്ക് ഇവരെല്ലാം കൂടി വിട്ടയച്ചത് എന്ന് എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നി. എന്ത് അൺഫെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. നോറ ഇട്ടതിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയത് മുതൽ ഈ ഒരു അവസരം വരെയും വലിയ ആക്റ്റീവ് ഒന്നും അല്ലാതെ കരഞ്ഞു നിലവിളിച്ച് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നോറ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല. എന്നാൽ അഭിഷേക് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് കഴിഞ്ഞ് ഈ പറയുന്ന നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് ടാസ്കുകളിലെല്ലാം മികച്ച പ്രകടനം ഈ നെസ്റ്റ് എന്ന് പറയുന്ന ടീം ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് ടാസ്കുകളിൽ ബോണസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അഭിഷേക് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ കൂടെ മികച്ച പ്രകടനം കൊണ്ട് മാത്രമാണ്. അപ്പം അത് ആ ഒരു രീതിയിൽ ഗെയിം കളിച്ചു വരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ഒരു നിലവാരവുമില്ലാതെ ഈ പറയുന്ന ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പോട്ടെ, ഇവൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ഇവൻ്റെ നെക്സ്റ്റ് ടീമിലുള്ള ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ അർജുനും നമ്മുടെ അഭിഷേകിനെ ജയിലിലേക്ക് നോമിനേഷൻ ചെയ്തതിൽ കൂടെ നിന്നു എന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടൊക്കെ സഹതാപം തോന്നുന്നത്. കാരണം ആ ഒരു ടീം ഈ ഒരു ലെവലിലേക്ക് എത്താൻ സഹായിച്ചതിൻ്റെ മാക്സിമം പങ്ക് അഭിഷേകിനുണ്ട്. അഭിഷേക് അത്ര നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ട് സ്വന്തം കൂടെയുള്ള ടീമിലെ മെമ്പേഴ്സ് തന്നെ ഈ പറഞ്ഞതുപോലെ ജയിലിലേക്ക് അയക്കാൻ കൂടെ നിന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രേക്ഷകരൊക്കെ കാണുന്നില്ലേ? നിങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകർ അതിനനുസരിച്ചുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഓരോ കണ്ടസ്റ്റൻറ്റിനും ചെയ്യുക. നമ്മൾ പ്രേക്ഷകരെല്ലാം ഇവരുടെ ഓരോ നിലപാടുകളും ഇവരുടെ ഓരോ നിലവാരവും എന്തൊക്കെയാണെന്ന് നമ്മൾ പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ കണ്ടസ്റ്റൻറ്റിനും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അഭിഷേക് കാരണം ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് ടാസ്കുകളിലേക്ക് മുൻപന്തിയിൽ വരാൻ സാധിച്ചിട്ട് കൂടി ടീമിലുണ്ടായിരുന്ന ജാസ്മിനൊക്കെ അഭിഷേകിനെതിരെ നിന്ന് സംസാരിച്ചത് കണ്ടപ്പോഴുണ്ടല്ലോ ഒരു നിലവാരമില്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റായിട്ട് തോന്നി. അല്ലെ തന്നെ നിലവാരമില്ല. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഇവിടെ പറയേണ്ട. അപ്പം ഇതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് കൂടി ഇവർ ഓർക്കണം. എന്തായാലും നമുക്ക് നോക്കാം ഇവരുടെ ഈ ഒരു സംസാരം. ജാസ്മിനെ പോലെ തന്നെ അഭിഷേകിനെ ഈ ജയിൽ നോമിനേഷനിൽ അയക്കാൻ വേണ്ടിയിട്ട് സിജോയും അതുപോലെ തന്നെ അപ്സരയും കുറച്ച് കിടന്ന് മെനക്കെടുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവരുടെ ആ ഒരു തേച്ചൊട്ടിക്കൽ പരിപാടിയൊക്കെ അഭിഷേകിന് കുറച്ച് റീച്ചിലേക്ക് എത്തിച്ചു കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രേക്ഷക സപ്പോർട്ട് എത്തിക്കാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. അതല്ലാതെ ഒരു പ്രേക്ഷക സപ്പോർട്ട് കുറഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ജയിൽ നോമിനേഷനിൽ കിട്ടിയാലും അഭിഷേകിനെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല. ജയിലിലേക്ക് പോയിട്ട് ജയിലിലേക്ക് കിടന്നിറങ്ങി വരുമ്പോഴത്തേനും ഏകദേശം നമ്മുടെ ഈ പറയുന്ന ടോപ്പ് 5ലേക്കുള്ള ഏകദേശം പ്രേക്ഷക സപ്പോർട്ടൊക്കെ അഭിഷേകിന് കിട്ടിയിട്ടുണ്ടാകും. എന്തായാലും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ അവസാന ജയിൽ നോമിനേഷനിൽ മികച്ച ഗെയിം കളിച്ച് ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് ടാസ്കുകളിൽ മികച്ച രീതിയിൽ ഗെയിം കളിച്ച് വന്ന അഭിഷേകിനെ ഒരു ജയിലിലേക്ക് പറഞ്ഞു വിട്ട ഒരു കലാപരിപാടിയോട് എനിക്കും ഭയങ്കര എതിർപ്പുണ്ട്. അതിലേക്ക് അവൻ്റെ ടീമിലുണ്ടായിരുന്ന ജാസ്മിനും അർജുനും നിന്നതും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പം ഇവരോടൊക്കെ തീർത്തും പുച്ഛം മാത്രമേ എനിക്ക് ഉള്ളൂ. കാരണം അവരെങ്കിലും ബാക്കിയുള്ളവരാരും നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവരെങ്കിലും ഈ പറയുന്ന ഒരു അഭിഷേകിൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. കാരണം അത്രയ്ക്ക് മികച്ച രീതിയിൽ ഗെയിം കളിച്ചു വന്നൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് ഓർക്കണം. എന്തായാലും നമുക്ക് നോക്കാം. ഇവരൊക്കെ ഏത് രീതിയിൽ കളിച്ചാലും എല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ദിവസം ജയിലിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ എതിർത്ത് നിന്നതുകൊണ്ടോ ഒന്നും വലിയ കാര്യമില്ല. കാരണം പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്. പ്രേക്ഷകർക്കറിയാം ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ സപ്പോർട്ട് ചെയ്യേണ്ട, ആരാണ് മികച്ച രീതിയിൽ കളിക്കുന്നത്, ആർക്കാണ് മികച്ച നിലപാടുകളുള്ളത് എന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിഷേകിനെ ജയിലിൽ അയച്ച ഒരു കലാപരിപാടിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നതൊക്കെ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.